നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എപ്പോഴും നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ സഹോദരങ്ങളുടെയും നമ്മുടെ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ തന്നെ വേർപാടുകൾ നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. നിലച്ചിരിക്കാതെയുള്ള വേർപാടുകളിൽ നിന്നും ജീവിച്ചിരിക്കുന്നവർ മുക്തരാകാൻ ഒരുപാട് സമയം ചിലപ്പോൾ ആവശ്യമായി വരും. 17-16 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികളുടെ മരണത്തിൽ അക്ഷരാർത്ഥത്തിൽ ഉലഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞം സ്വദേശികൾ. വിഴിഞ്ഞത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാലയ വിദ്യാർത്ഥികളായ 2 പേർ മരിച്ചു. വിഴിഞ്ഞം കോട്ടപ്പുറം സെന്റ് മേരീസ് സ്കൂളിലെ +2, +1 വിദ്യാർത്ഥികളായ ജെയ്സൺ 17 വയസ്സും ഷാനു എന്ന 16 വയസ്സുകാരിയുമാണ് അപകടത്തിൽ മരിച്ചത്. ഇവർക്കൊപ്പം ബൈക്കിലുണ്ടായിരുന്ന സ്റ്റെഫി എന്ന വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വിഴിഞ്ഞം മുല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപത്താണ് ദാരുണമായ ഈ സംഭവം നടന്നത്. നിയന്ത്രണം വിട്ട കാറ് ബൈക്കിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക വിവരം. 3 പേരും ഒരുമിച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ജെയ്സണും ഷാനുവും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം വരിക്കുകയായിരുന്നു. ഗുരുതര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ട സ്റ്റെഫിനയുടെ ചികിത്സ തുടരുകയാണ്. വിഴിഞ്ഞം കോട്ടപ്പുറം സ്വദേശിയാണ് മരിച്ച ജെയ്സൺ. ഷാനു പുതിയതുറ സ്വദേശിയാണ്. ഇരുവർക്കും അവിചാരിതമായി സംഭവിച്ച അപകടത്തിൽ നാടിന് തീരാ ദുഃഖമായി മാറിയിരിക്കുകയാണ്. ഈ ദുരിതം നാടിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. അടുത്ത കാലത്തായി ഈ പ്രദേശത്ത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അമിത വേഗതയും അശ്രദ്ധമായും ഇത്തരം അപകടങ്ങൾക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ട്രിപ്പിൾസ് അടിച്ചു പോകുന്നത്, ഒരു വണ്ടിയിൽ 3 പേർ വിദ്യാർത്ഥികളൊക്കെ തന്നെ പോകുന്നത്, അതും 17 വയസ്സ് മാത്രമാണ് പ്രായം, 18 വയസ്സായിട്ടില്ല, ലൈസൻസ് പോലും ലഭിച്ചിട്ടില്ല, അല്ലാതെയാണ് ഈ വണ്ടിയും എടുത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ കുറ്റമാണ്. വിദ്യാർത്ഥികൾ സ്കൂളിൽ വണ്ടി കൊണ്ടുവരുന്നതിൽ കർശനമായ നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരിടത്ത് കരിമ്പന വീട്ടിലേക്ക് നിലച്ചിരിക്കാതെയാണ് ഗ്രഹനാഥയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ എത്തിയത്. ഒരു കുടുംബത്തെ കണ്ണീരിലാഴ്ത്തിയ കാർ അപകടം ചെല്ലക്കൊടി ഗ്രാമത്തെയും തീരാ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ശനിയാഴ്ച പുലർച്ചെ കാറ് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ ചെല്ലക്കൊടി കരിമ്പന കുഞ്ഞഹമ്മദ് എന്ന 66-കാരൻ, ഭാര്യ മൈമൂന എന്ന 62-കാരി, മകൾ താഹിറ എന്ന 40-കാരി എന്നിവരാണ് മരിച്ചത്. സംഭവ ദിവസം ആദ്യം മരിച്ചത് ഗ്രഹനാഥ മൈമുനയാണ്. അന്ന് വൈകിട്ട് മൈമുനയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ 100 കണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി തടിച്ചുകൂടിയത്. ഇന്നലെ മരിച്ച ഗ്രഹനാഥൻ കുഞ്ഞി മുഹമ്മദിന്റെയും മകൾ താഹിറയുടെയും മൃതദേഹങ്ങൾ രാത്രി 8 മണിയോടുകൂടി വീട്ടിലെത്തിച്ചപ്പോൾ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കാൻ കണ്ടുനിന്നവർക്കും വാക്കുകൾ കിട്ടിയില്ല. താഹിറയുടെ മകൾ അൻഷിത പഠിക്കുന്ന മൈസൂരുവിലെ നഴ്സിംഗ് കോളേജിൽ പോയി മടങ്ങിയെത്തിയതായിരുന്നു 7-അംഗ കുടുംബം. മരിച്ച കുഞ്ഞഹമ്മദിനും മൈമുനയ്ക്കും താഹിറയ്ക്കും പുറമെ താഹിറയുടെ 2 ആൺമക്കളും സഹോദരി ഭർത്താവ് ഇസഹാക്കും മക്കളുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇസഹാക്ക് ആയിരുന്നു കാറ് ഓടിച്ചിരുന്നത്. വീടെത്താൻ 1.5 കിലോമീറ്റർ മാത്രം ദൂരം ബാക്കിയുള്ളപ്പോഴാണ് വരമ്പൻ കല്ല് പാലത്തിന് സമീപം രാത്രി കാറ് മരത്തിലിടിച്ചത്. വലിയ ശബ്ദവും നിലവിളിയും കേട്ട് ഓടിക്കൂടിയ സമീപവാസികളും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിരുന്നു. സീറ്റുകളടക്കം ഇളകിത്തെറിച്ച നിലയിലായിരുന്നു. ഇരുന്നിടത്ത് നിന്ന് തെറിച്ച് ഇരുവശങ്ങളിലും സീറ്റുകളിലും ഇടിച്ചാണ് അകത്തുണ്ടായിരുന്നവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഓരോരുത്തരായി പുറത്തേക്ക് ആംബുലൻസുകളിലേക്ക് എടുക്കുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. രാത്രി നടന്ന അപകടം നാട്ടുകാരിൽ പലരും അറിഞ്ഞത് രാവിലെയാണ്. ബന്ധുക്കൾ അറിയിച്ചതിനെ തുടർന്ന് താഹിറയുടെ ഭർത്താവ് നജ്മുദ്ദീൻ വിദേശത്ത് നിന്ന് നാട്ടിലെത്തി. നജ്മുദ്ദീനെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ പാടുപെട്ടു. മഞ്ഞപ്പെട്ടി ജുമാ മസ്ജിദിൽ മൈമുനയുടെയും ഖബറടത്തിന് സമീപം കുഞ്ഞഹമ്മദിന്റെയും താഹിറയുടെയും മൃതദേഹങ്ങൾ ഖബറടക്കി.